ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആരോഗ്യ സഞ്ജീവനി എന്ന ഒരു പോളിസിയെ കുറിച്ചാണ്. ഈ പോളിസി ഇത് IRDA ഒരു 5 വർഷം മുമ്പ് കൊണ്ടുവന്ന ഒരു പോളിസിയാണ്. അതായത് ഇത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഒരുപോലെ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പോളിസിയാണ്. ഇതൊരു സാധാരണക്കാരുടെ പോളിസിയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പ്രീമിയം കുറഞ്ഞ ഒരു പോളിസിയാണ്. ഇത് തുടങ്ങുന്നത് 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ആദ്യമേ പോളിസി തുടക്കത്തിൽ ഇത് ഉണ്ടായത്, അതായത് 5 വർഷങ്ങൾ മുമ്പ്. എന്നാൽ ഇത് 50,000 മുതൽ 10 ലക്ഷം വരെ ഇപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്കായും ഫാമിലി ഫോട്ടോയായി എടുക്കാവുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും കുറഞ്ഞ പ്രീമിയം കുറഞ്ഞ ഒരു പോളിസിയാണ്. അതായത് ഒരു ഫാമിലിയിൽപ്പെട്ടവർക്ക്, അതായത് ഒരു ഫാമിലിയിൽപ്പെട്ട അതിൻ്റെ മുമ്പ് ഇത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഏരിയയിൽ, അതായത് റൂറൽ ഏരിയയിൽ നമ്മൾ നോർമൽ പോളിസി ഇപ്പോൾ ഒരു 10,000 ആവുകയാണെങ്കിൽ ഇത് അതിന് വീണ്ടും ഒരു 20% ഡിസ്കൗണ്ട് വീണ്ടും കിട്ടുന്നതാണ്. അതാണ് ഈ പോളിസിയുടെ വേറൊരു പ്രത്യേകത. അതാണ് ആദ്യമേ പറഞ്ഞത്, ഇതൊരു സാധാരണക്കാരുടെ ഒരു പോളിസിയാണ്. അതായത് ഒരു വീട്ടിൽ ഒരു 45 വയസ്സുള്ള ഫാമിലിയാണെന്ന് ഇരിക്കട്ടെ, അതായത് ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്നത്. 45 വയസ്സ് അച്ഛനും അമ്മയ്ക്ക്, അതിൻ്റെ താഴെ കുട്ടികൾ 25, അത് കുട്ടികൾ 25 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളും ആണെന്ന് വയ്ക്കട്ടെ. അവർക്ക് ഈ പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ ഏകദേശം ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 8,000 ചില്ലാൻ രൂപ മാത്രമേ വരുള്ളൂ. അത് GST ഉൾപ്പെടെയാണ് വരുന്നത്. അത് 5 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണല്ലോ. അതായത് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോളിസി എടുക്കാതെ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ്. 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് 8,000 ചില്ലാൻ രൂപയ്ക്ക് കിട്ടുന്നത്. ഇന്ന് പോളിസി ഇല്ലാതിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറിയാലോ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഉള്ള കാര്യങ്ങൾ അറിയാലോ. ചിലർ പറയും നമ്മൾ വർഷം തോറും അടയ്ക്കുന്നു, നമുക്ക് ഹോസ്പിറ്റലൊന്നും പോവാൻ ആവശ്യം വരുന്നില്ല, പിന്നെ എന്തിനാണ് ഈ പൈസ കളയുന്നത്? അത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, 45 വയസ്സുള്ളവർക്ക് 4 പേർക്കും കൂടെ 5 ലക്ഷം രൂപയ്ക്കാണ് ഈ 8,000 സംതിങ് രൂപ വരുന്നത്. ഇത് നമ്മളൊരു 10 വർഷത്തേക്ക് നിങ്ങൾ കണക്ക് കൂട്ടുക. 10 വർഷത്തേക്ക് വരുമ്പോൾ ഏകദേശം 80,000, മാക്സിമം പോയാൽ 1 ലക്ഷം രൂപയ്ക്കകത്താണ് 10 ലക്ഷം പേർക്ക് 4 പേർക്കും കൂടെ 5 ലക്ഷം രൂപയുടെ പോളിസി കിട്ടുന്നത്. ഈ 10 വർഷത്തിനകത്ത് ഈ 4 പേര് ആരെങ്കിലും ഒരു പ്രാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അറിയാലോ ഇന്നത്തെ ചാർജ് എത്രയാവുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് നമുക്കൊരു പോളിസി അത്യാവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇതൊരു സാധാരണക്കാരൻ്റെ ഒരു പോളിസിയാണ്. ഇപ്പോൾ ഉള്ള പോളിസിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു സാധാരണക്കാർക്കും ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്കുമാണ് ഇത് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് അറിയാവുന്നവരുണ്ട്, അവരെ ഉദ്ദേശിച്ചല്ല. സാധാരണ ഒരുപാട് പേര് ഇന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്, ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിലുള്ള പോളിസി ഏതാണ്, അത് മറ്റേ കൂടിയ പോളിസി എല്ലാവരും പറയും 30,000, 40,000, 50,000 അത് വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കുറഞ്ഞ പോളിസി ഏതാണെന്ന് ഒരുപാട് പേര് ചോദിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു സാധാരണക്കാരൻ്റെ ഒരു പോളിസിയാണ്. അതായത് സാധാരണ പോളിസിയാണ്, വലിയ ബെനിഫിറ്റുകളും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം ഒരു പോളിസി ഇല്ലാതിരിക്കുന്നതിലും നല്ലത് ഇത് ഒരു ആരോഗ്യ സഞ്ജീവനി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എന്നാൽ പല കമ്പനികളും ആരോഗ്യ സഞ്ജീവനി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ചെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ ആരോഗ്യ സഞ്ജീവനിയെ കുറിച്ച് അവർ പറയുന്നുള്ളൂ. അല്ലാത്തപ്പം ഇതിനേക്കാളും പിന്നെ ബെനിഫിറ്റുകൾ കൂടിയതാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ബെനിഫിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ടും വളരെ കൂടിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ നോർമൽ ഒരു പോളിസിയെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഏറ്റവും കുറഞ്ഞ പ്രീമിയം ആണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ പോളിസിയെ പോലെ ഉള്ള പ്രവർത്തനമാണ് ഇതിലെടുക്കുക. അതായത് നമ്മൾ ഇന്നൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പോളിസി എടുത്ത നാളെ മുതൽ ആക്സിഡന്റ് കവർ എല്ലാം ഇതിൽ നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. 5 ലക്ഷം രൂപയ്ക്ക് തന്നെ കവർ ചെയ്യുകയും ചെയ്യണം. 30 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് 30 ദിവസങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുന്ന എല്ലാ അസുഖങ്ങളും ഇതിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യണം. പിന്നെ ഇത് എടുക്കാൻ നേരത്തെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾ നേരത്തെ 4 വർഷമായിരുന്നു വെയിറ്റിംഗ് പീരീഡ് വന്നത്. എന്നാൽ അതിപ്പോൾ പുതിയ അപ്ഡേറ്റിൽ 3 വർഷത്തേക്ക് കുറച്ചിട്ടുണ്ട്. പിന്നെ സ്ലോ സ്പീഡ് അസുഖങ്ങൾക്കെല്ലാം 2 വർഷം വെയിറ്റിംഗ് പീരീഡാണ് ഉള്ളത്. ഇതിനെക്കുറിച്ചും പിന്നെ നമ്മൾ ഇത് സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യ സഞ്ജീവനിയും സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ ഒരു ടോപ്പ് മോഡലായ അഷർ എന്നുള്ള പോളിസിയുടെയും കുറിച്ചുള്ള വ്യത്യാസങ്ങൾ കറക്റ്റുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ താഴത്തെ ഇതിൽ ലിങ്ക് ഇട്ടിരിക്കാം. നിങ്ങൾ അതൊന്ന് കാണുക. അപ്പോൾ മനസ്സിലാവും ഒരു ടോപ്പ് പോളിസിയും ഈ ആരോഗ്യ സഞ്ജീവനി പോളിസിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് എമൗണ്ട് കുറഞ്ഞ പോളിസിയും എമൗണ്ട് കൂടിയ പോളിസിയും തമ്മിലുള്ള എടുക്കുന്നതിലുള്ള വ്യത്യാസം. പക്ഷെ കാണുമ്പോൾ വിചാരിക്കും മറ്റേ പോളിസി ആയിരിക്കും നല്ലത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഇല്ലാത്തതിൽ പേർ നമുക്ക് ഒരു ഹെൽത്ത് പോളിസി ഇല്ലാത്തതിനേക്കാളും ബെറ്റർ
ഒരു ആരോഗ്യ സഞ്ജീവനി പോളിസി ഉള്ളത് ഏറ്റവും നല്ലതാണ്. എന്തായാലും ഞാൻ ലിങ്ക് താഴെ ഇട്ടിരിക്കാം, നിങ്ങൾ തീർച്ചയായും ആ പോളിസി കണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അതിന് ഈ ആരോഗ്യ സഞ്ജീവനി പോളിസി എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതെന്ന് വെച്ചാൽ വേറൊരു പോളിസിയും കൂടെ കമ്പയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ് എത്ര, ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ് എത്ര എന്ന് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ആരോഗ്യ സഞ്ജീവനിയുള്ള പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലുള്ള ഞാൻ പറഞ്ഞല്ലോ എല്ലാ പോളിസിയും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിലുള്ള കുറച്ച് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായി ഉള്ളത് ഇതിൽ 5% കോപ്പേയ്മെൻറ്റ് വരുമെന്നാണ്. 5% കോപ്പേയ്മെൻറ്റ് സാധാരണ നമ്മൾ ആരോഗ്യ സഞ്ജീവനി പോളിസി എടുക്കുമ്പോൾ എല്ലാവരും പറയും 5% കോപ്പേയ്മെൻറ്റ്. അതായത് എല്ലാവരും കണക്ക് കൂട്ടുന്നത് നമുക്ക് 1 ലക്ഷം രൂപ ബില്ല് വന്നു, അപ്പോൾ 5% നമ്മൾ അടയ്ക്കണം, 5% ബാക്കി കമ്പനി അടയ്ക്കും. അതായത് 95,000 രൂപ കമ്പനിയിൽ നിന്ന് പാസ്സായി വരും, 5% നമ്മൾ അടയ്ക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, അതായത് ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ബില്ല് വന്നു, 1 ലക്ഷം രൂപയാണ് ബില്ല് വരുന്നത്. അപ്പോൾ 5% ആരോഗ്യ സഞ്ജീവനിയിൽ കോപ്പേയ്മെൻറ്റ് ഉള്ളത്. എന്നാൽ ഇത് ആരോഗ്യ സഞ്ജീവനി പ്ലാനിൽ കമ്പനി കുറേ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതായത് അതിൽ പ്ലാസ്റ്റിക് ഐറ്റത്തിൽ ഒന്നും പെടത്തില്ല, അതായത് സിറിഞ്ച്, കയ്യൊറ ഒന്നും ഇതിൽ നമുക്ക് പെടത്തില്ല. പിന്നെ ചില സർജറികൾക്കും എല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് സാധാരണ രീതിയിൽ ഒരു 80,000 രൂപ വരെയൊക്കെ 85,000 രൂപ വരെ അവർ ഗോൾഡറി പാസ്സാക്കുകയുള്ളൂ. ആ 85,000-ൽ നിന്ന് 5% കുറച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 1 ലക്ഷം രൂപ ബില്ല് വരുന്ന സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു 80,000 രൂപ മാത്രമേ ബില്ല് പാസ്സാകുകയുള്ളൂ. അതാദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇത് എടുത്തതിന് ശേഷം പറയും 5% കോപ്പേയ്മെൻറ്റ് എടുക്കുക, അതായത് 1 ലക്ഷം രൂപ ബില്ല് വരുമ്പോൾ 5,000 കിട്ടും എന്ന് പറഞ്ഞാണ് 5,000 കട്ട് ചെയ്തിട്ട് 95,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് പോളിസി എടുത്തത്. പിന്നെ പോളിസി എടുത്തതിന് ശേഷം നമുക്ക് 1 ലക്ഷം രൂപ ബില്ല് വരുമ്പോൾ കിട്ടുന്നത് 80,000 രൂപ 82,000 രൂപ കിട്ടുന്നുള്ളൂ എന്ന് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വ്യക്തമായി ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പറയുന്നത് സാധാരണ ഒരു ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നതിന് ആദ്യമേ പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അതായത് 1 ലക്ഷം രൂപ ബില്ല് വരുന്ന കാലത്ത് ഈ ആരോഗ്യ സഞ്ജീവനി പോളിസി എടുത്താൽ ഒരു 80,000 രൂപയെ കിട്ടുള്ളൂ എന്ന മനസ്സിൽ ആദ്യമേ ഇത് വെച്ചിരിക്കണം. അതായത് 5% കോപ്പേയ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു മൈനസ്. പിന്നെ ഇതിൽ ഡെലിവറി, അതായത് പ്രസവ സംബന്ധമായ യാതൊരു പേയ്മെൻറ്റും ഇതിൽ ലഭിക്കത്തില്ല. പിന്നെ നമുക്ക് IC ചാർജ്, അതായത് റൂം റെൻറ്റ് മാക്സിമം പോയ 5,000 രൂപ, അതായത് 5 ലക്ഷം രൂപ അതിന് എബോവ് എടുത്താലും 5,000 രൂപയുടെ റൂം റെൻറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വെന്റിലേറ്റർ, IC മുതലായവയിൽ കിടക്കുമ്പോൾ ഒരു ദിവസം മാക്സിമം പോയാൽ 10,000 രൂപ കിട്ടുള്ളൂ. ഒരുമാതിരിപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലെല്ലാം ഇപ്പോൾ വെന്റിലേറ്റർ എല്ലാം 20,000-25,000 30,000 വരെ ഒരു ദിവസത്തേക്കാവും. എന്നാൽ ഈ ആരോഗ്യ സഞ്ജീവനി എടുത്താൽ നമ്മളിപ്പോൾ 10 ലക്ഷത്തിൻ്റെ എടുത്താലും നമുക്ക് ഒരു ദിവസം 10,000 രൂപ മാക്സിമം കിട്ടുള്ളൂ. എന്നാൽ സാധാരണ നോർമൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള കൂടിയ പോളിസികളെല്ലാം അതിന് ലിമിറ്റ് വരത്തില്ല. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. എന്നിരുന്നാലും നമുക്കൊരു പോളിസിയും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാളും ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഈ ആരോഗ്യ സഞ്ജീവനി എങ്കിലും എടുത്തിരിക്കണം. പ്രത്യേകിച്ച് റൂറൽ ഏരിയകൾ. ആ റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഏരിയയിലുള്ളവർക്ക് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്ന വേറെ ഒരു പോളിസിയും കാണത്തില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു നോർമൽ നല്ലൊരു പോളിസി എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പോളിസിയും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഒരു ആരോഗ്യ സഞ്ജീവനി പോളിസി എടുക്കുന്നത്. ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നും ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു പോളിസി നിങ്ങൾ എടുത്തിരിക്കണം. അതും നല്ലൊരു പോളിസി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആരോഗ്യ സഞ്ജീവനി എങ്കിലും എടുത്ത് വെച്ചിരിക്കണം. എന്തായാലും ആരോഗ്യ സഞ്ജീവനിയെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ കൂടുതലുള്ള ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും ഇതിൽ ഇതിലുള്ള കമ്പയർ ചെയ്യുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഈ ആരോഗ്യ സഞ്ജീവനി പോളിസി എടുക്കുവാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ തീർച്ചയായും വിളിക്കുക. നിങ്ങൾക്കുള്ള മറുപടി കറക്റ്റായി പറഞ്ഞു തരുന്നതാണ്. പുതിയ പോളിസി എടുക്കാനും നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്ക് ചാനൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ
9495 11 6601.